ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ തീരെ ആഗ്രഹിക്കുന്നില്ല. പണ്ടത്തെ പോലെ ഒരു നെഗറ്റീവ് കമൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെതിരെ പ്രതികരിച്ചുകൊണ്ടിരിക്കാനൊന്നും എനിക്ക് തീരെ താല്പര്യമില്ലാത്തൊരു ഇതിലാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനൊരു പീസ്ഫുൾ ലൈഫിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്കിടെ കയറിയിട്ട് കുറേ ഓസ്കാർ ലെവൽ ആക്ടിംഗ് ഒക്കെ കാണുമ്പോൾ നമ്മളെയും കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ് ഓരോന്ന്. അപ്പോൾ ഇതിനകത്ത് പെട്ടുപോയ കുറച്ച് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. അതായത് പൊന്നൂസ് ഞാൻ എന്നാണ് യൂട്യൂബ് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റഗ്രാമിന്റെ പ്ലാറ്റ്ഫോം തുടങ്ങി അന്ന് തൊട്ട് എനിക്ക് അറിയാവുന്ന ഒരു കൊച്ചാണ്. അവള് ജീവിതത്തിലോ കുടുംബജീവിതത്തിലോ ഇങ്ങനൊരു കാര്യമോ അല്ലെങ്കിൽ അവൾ ഇതിനകത്ത് പെട്ടുപോയതാണ്. മീൻസ് അവളുടെ പേര് വെറുതെ ഒരു ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഭയങ്കര അങ്ങനെ പോയിട്ടുണ്ട്, ഞാൻ ഇങ്ങനെ പോയിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് അവളുടെ പേരും വേറെ കുറച്ച് ഇൻഫ്ലുവൻസറിന്റെ പേരും വേറെ കുറച്ച് പേരുടെ പേരോടെയും അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തപ്പോൾ ആ ചാറ്റിൽ അത് പെട്ടുപോയതാണ്. അല്ലാതെ പൊന്നൂസ് ഈ ഒരു പ്രശ്നത്തിലും അല്ല അവൾക്ക് ഒരു ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടായി. അതുപോലെ തന്നെ അവളുടെ ജീവിതത്തിൽ എനിക്കറിയാവുന്നതിൽ വെച്ചിട്ട് അവൾ ഏറ്റവും നല്ലൊരു കുടുംബിനി തന്നെയാണ്. നന്നായിട്ട് കുടുംബം നോക്കുന്നത്. അതുപോലെ തന്നെ ഒരാൾക്കും ഇതുവരെ മോശമായിട്ട് മെസ്സേജ് മറ്റേ വ്യക്തി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയ ഗമ ഞാൻ അവരുമായിട്ട് അങ്ങനെ പോയിട്ടുണ്ട്, ഞാൻ അവരുമായിട്ട് ഇങ്ങനെ പോയിട്ടുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞാണ്. അങ്ങനെ ഒരു പ്രശ്നം അങ്ങനെ ഒരു ഇത് നേരത്തെ കണ്ട ഒരു കാര്യമാണത്. ഞാൻ ആ ഒരു മെസ്സേജ് ഞാൻ നേരത്തെ കണ്ടതാണ്. അങ്ങനെയെങ്കിൽ എനിക്ക് അന്നേ പൊന്നൂസായിട്ട് സംസാരിച്ച് അത് എന്താണെന്നത് തീരുമാനം ഉണ്ടാക്കാറുണ്ടല്ലോ. ഞാൻ അവളുടെ അടുത്ത് ചോദിക്കുക പോലും, ഇത് ഇത്ര അറിഞ്ഞിട്ട് ഞാൻ ചോദിക്കുക പോലും ചെയ്തില്ല. കാരണം എനിക്കറിയാം അവൾ എങ്ങനെയുള്ള ഒരാളാണെന്ന്, അതുപോലെ തന്നെ ഈ വ്യക്തി എങ്ങനെയുള്ള ഒരാളാണെന്നും. ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് വലിയ പൊങ്ങച്ചം പറയുന്ന രീതിക്ക് അതും എനിക്ക് വേണ്ടപ്പെട്ട കുറച്ച് പേരും ഈ പൊന്നൂസും അതുപോലെ തന്നെ എന്റെ അമ്മേനെയും ഒക്കെ ആയിട്ട് ഇങ്ങനെ വൃത്തികെട്ട രീതിയിലൊക്കെ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യമാണ്. അപ്പോൾ അല്ലാതെ ഇതിനകത്തോട്ട് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും ഇൻഫ്ലുവൻസ്ഡ് അല്ല. ഇതിനകത്ത് അയച്ച കുട്ടികളെല്ലാം എനിക്ക് തിരിച്ച് മെസ്സേജുകൾ അയച്ചിട്ടുണ്ടെങ്കിൽ അയക്കാത്തവരുണ്ടോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. അങ്ങനെയും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതിനകത്ത് വേറെ ഒരാളും ഇത് ഇൻവോൾവ് അല്ല. എനിക്ക് അറിയാവുന്നതിൽ വെച്ച് പൊന്നൂസ് നല്ലൊരു വ്യക്തിയാണ്, നല്ലൊരു ഫ്രണ്ട് കൂടിയാണ് അവള്. താങ്ക് യു. ഞാനിപ്പോൾ കുറച്ച് വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഒരാളുടെ 2023 ഞാൻ ഡിവോഴ്സിന് വേണ്ടിയിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്തത് ഞാൻ അയാൾക്ക് അതായത് ഞാൻ അമലിന് മെസ്സേജ് അയച്ച് അമല് മോശക്കാരനാണെന്ന് ചിത്രീകരിച്ച് അതുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട്. അതെ, ഞാൻ അമലിന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതും പറഞ്ഞ് തന്നെയാണ് കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് മന്ത് ഇവന്റെ കോളേജിലുള്ള ഒരു പെൺകുട്ടിയായിട്ട് മെസ്സേജ് അയച്ചു. ആളായിട്ട് ഞാൻ ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ട്. ഞാൻ ആളുമായിട്ട് ഇവൻ മെസ്സേജ് അയച്ചു. വളരെ വൾഗറായിട്ടുള്ള രീതിയിൽ മെസ്സേജ് അയച്ചു. ഞാനത് കണ്ടു, പിടിച്ചു. രണ്ട് കൂട്ടരും പറഞ്ഞു, ക്ഷമിച്ചു, വിട്ടു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇവൻ മെസ്സേജ് അയച്ചു. നമ്മുടെ ഫാൻ പേജുകളൊക്കെ നടത്തുന്ന ഏതോ ഒരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് മെസ്സേജ് അയച്ചു. ഫാൻ പേജ് മുഴുവൻ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫാൻ പേജ് നടത്തുന്ന പെൺകുച്ച് മെസ്സേജ് അയച്ച സ്ക്രീൻഷോട്ട് ഇവൻ കുറച്ച് ന്യൂഡ് പിക്ചേഴ്സൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ കുറച്ച് അതിങ്ങനെ ഒരു 5-6 കേസ് കഴിഞ്ഞ പിന്നെയാണ് ഇവൻ ഇതെല്ലാം നിർത്തി. ഞാനിനി ഇങ്ങനെയൊന്നും പോവത്തില്ല, അപ്പോൾ ഇനി ഇതുപോലെ ഒന്നും ഞാൻ പോവില്ല, ഞാൻ ഇങ്ങനെയൊന്നും ആവത്തില്ല, ഞാൻ MDMA ഒന്നും യൂസ് ചെയ്യത്തില്ല, ഞാൻ ഡ്രഗ്സ് ഒന്നും യൂസ് ചെയ്യില്ല എന്നൊക്കെ എൻ്റെ അടുത്ത് വാക്കും തന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ തമ്മിൽ കുറച്ച് ഇഷ്യൂ ഉണ്ടായി. ഞാൻ എൻ്റെ വീട്ടിൽ പോയി നിന്നു. മിക്കുവിന് അന്ന് 10 മാസം പ്രായമുള്ളൂ. അപ്പോൾ വീട്ടിൽ പോയി നിന്നു. വീട്ടിൽ നിന്ന് കഴിഞ്ഞിട്ട് ഞാനൊരു പുതിയ സിം എടുത്തിട്ട് ഞാൻ അതായത് അമൽ പൗലോസ് എന്ന വ്യക്തിക്ക് ഞാൻ മെസ്സേജ് അയച്ചു. ഞാൻ വേറൊരു പെൺകുട്ടിയാണെന്നുള്ള രീതിക്ക് മെസ്സേജ് അയച്ചു. ഞാൻ ഈ ഒരു കുട്ടിയാണ്, എനിക്ക് നിങ്ങളെ കാണുമ്പോൾ അതായത് എനിക്ക് ഓൾറെഡി പുള്ളിനെ ഡൗട്ടാണ്. അപ്പോൾ ഇതിങ്ങനെ തന്നെയാണോ, അത് ഇവൻ ഇതുപോലെ തന്നെയാണോ, പണ്ടത്തെ പോലെ തന്നെയാണോ ഇപ്പോഴും എന്നറിയാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഇവൻ MDMA യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ചോദിച്ചപ്പോൾ ഇവൻ MDMAയുടെ പിക്ചേഴ്സ് എനിക്ക് അയച്ചു തന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവൻ ഇപ്പോഴും MDMA യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പെൺപിള്ളേർക്ക് ഇതുപോലെ തന്നെ ആയിരിക്കും. അതായത് ഒരാൾ ചാറ്റ് ചെയ്യുവാണ് എന്ന് ചോദിക്കുമ്പോൾ ഇവൻ ഇതുപോലെ തന്നെ റിപ്ലൈ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അവൻ വീണ്ടും ഇതുപോലെ തന്നെ ചെയ്യുന്നുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഞാൻ പഴയ കാര്യങ്ങളും അതുപോലെ തന്നെ ഇവൻ ഇപ്പോഴും ഇങ്ങനെയാണ് യൂസ് ചെയ്യുന്നുണ്ട്, ഇതുപോലെ പെൺപിള്ളേർക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, അതെല്ലാം സ്ക്രീൻഷോട്ട് ഉൾപ്പെടെയാണ് ഞാൻ അന്ന് പെറ്റീഷൻ ഫയൽ ചെയ്തത്. സോ ഇതുപോലെയാണ് ഞാൻ 2023 ഫസ്റ്റ് കേസ് ഫയൽ ചെയ്യുന്നത്. ഫയൽ ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് നാൾ എൻ്റെ വീട്ടിലായിരുന്നു. അത് കഴിഞ്ഞ് പുള്ളിയായിട്ട് സംസാരിച്ചു, ഒരു കൗൺസിലിംഗ് കൂടി. ഇപ്പോൾ കുഞ്ഞിന് വേണ്ടിയിട്ടല്ലേ. അപ്പോഴും ഞാൻ വിചാരിക്കുന്നത് എന്താ, പുള്ളി കരയുന്നു, മെഴുകുന്നു, അപ്പോൾ പുള്ളി ഇനി നന്നാവും, അങ്ങനെയാണ്, ഇനി ഒരു ഇതുണ്ടാവത്തില്ല എന്നൊക്കെ വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ വീണ്ടും കൊച്ചിന് വേണ്ടിയിട്ട് ജീവിതം മുന്നോട്ട് പോവാണ്. ഓൾറെഡി എൻ്റെ ട്രസ്റ്റ് അവിടെ നഷ്ടപ്പെട്ടു. എന്നിട്ട് ഞാൻ പുള്ളിയുടെ കൂടെ ജീവിക്കാൻ തയ്യാറാവുകയാണ് മിക്കുവിന് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇത് തന്നെ റിപ്പീറ്റ്ലി കാണുമ്പോൾ അല്ലെങ്കിൽ ഇത് തന്നെ റിപ്പീറ്റ്ലി ചെയ്യുമ്പോൾ ഞാൻ ഇതിനൊക്കെ എന്ത് ഉത്തരമാണ് തരേണ്ടത്, അല്ലെങ്കിൽ ഞാൻ എന്താണ് ഇതിന് ചെയ്യേണ്ടത്? ഞാനൊരു ഡിവോഴ്സിന്റെ പോസ്റ്റ് ആണെന്ന് പറഞ്ഞ് ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി പെൺകുട്ടികൾക്ക് മെസ്സേജ് അയച്ചു. ഈ മെസ്സേജൊക്കെ ഇവന്റെ അയച്ചതാണ്, അത് ആരയച്ചതാണ്? അതുപോലെ തന്നെ ഇപ്പൊ ഞാനൊരു പോസ്റ്റ് ഇട്ടപ്പോൾ എനിക്ക് കുറെ പെൺകുട്ടികൾ അയച്ചേക്കുക,
ചേച്ചി അന്ന് പറയാൻ പറ്റിയില്ല, നിങ്ങളുടെ ഫാമിലി തകരണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് അന്ന് പറയാൻ പറ്റി. ഇപ്പൊ ഞാൻ ഇട്ട പോസ്റ്റിന്റെ ഇതില് ബേസ് ചെയ്തിട്ട് എനിക്ക് കുറച്ച് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ചേച്ചി എങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഈവൻ എനിക്കൊരു എക്സ് പോലും ഉണ്ടായിട്ടില്ല. ഞാൻ പ്ലസ് 2 പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ 10th പഠിക്കുമ്പോഴോ വേറൊരു ലവറോ അല്ലെങ്കിൽ വേറൊരാളോ എനിക്ക് ഉണ്ടായിട്ടില്ല. ഞാൻ ആകെ സ്നേഹിച്ചത് ഈ മഹാപാപിയെയാണ്. സ്നേഹിച്ചു, അവനെ കല്യാണം കഴിച്ചു. എനിക്ക് അങ്ങനെ എക്സോ അല്ലെങ്കിൽ ഞാൻ കുറെ പേരുടെ കൂടെ നടന്നിട്ടോ അല്ലെങ്കിൽ കുറെ പേർക്ക് റിലേഷൻഷിപ്പ് ഉണ്ടാവോ അങ്ങനെയുള്ളൊരു സംഭവം എൻ്റെ ലൈഫിലില്ല. അപ്പോ അങ്ങനെ ഇത്രയും നാൾ ഞാൻ സ്ട്രഗിൾ ചെയ്ത് നിന്നില്ലേ. അപ്പൊ ഇനി കുറച്ച് എൻ്റെ ലൈഫിൽ നടന്ന കാര്യം കൂടി ഞാൻ പറയാം. ഞാൻ എന്തായാലും എനിക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. ഈവൻ ഞാൻ അനുഭവിച്ച സ്ട്രഗിൾസ്. ഇത് ഇപ്പൊ നിങ്ങൾ കേൾക്കുന്നത് ചിലപ്പോൾ ഒരു ഡ്രഗ്സിന്റെ കാര്യമായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോ ഇപ്പൊ ഞാൻ പറയുന്ന അതായത് പെൺകുട്ടികൾക്ക് മെസ്സേജ് അയച്ചു എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരിക്കാം. പക്ഷെ ഇതിനപ്പുറം നടന്ന കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതും കൂടിയും പറയണ്ടേ നമുക്ക്. ഞാനിപ്പോ കുറച്ച് തിരക്കിലാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഞാൻ പറയാം. എന്തായാലും എന്നെ മോശക്കാരിയായിട്ട് ചിത്രീകരിക്കുമ്പോൾ എനിക്ക് അതിനെതിരെ പ്രതികരിച്ചേ പറ്റുള്ളൂ. ഞാൻ ലീഗലി ഓൾറെഡി ഞാൻ കേസായിട്ട് മൂവ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ എന്നെ കാര്യമാക്കുമ്പോൾ എനിക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ തന്നെ മിക്കോനെ കാണിക്കാത്തതിന്റെ കേസിലും അവൻ ഓൾറെഡി അതിന്റെ കാര്യം ഞാൻ പറയാം. കാണിക്കാത്ത കേസൊന്നുമല്ല, അവന് കാണാനുള്ള എല്ലാവിധ അവകാശങ്ങളും ഉണ്ടാവും. വന്ന് കാണാത്ത ഞങ്ങളുടെ കുഴപ്പമല്ല. പിന്നെ ഉള്ളത് മിക്കോനെ കാണിക്കുന്നില്ല എന്നൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. മിക്കോനെ കാണിക്കുന്നില്ല എന്ന് പറയുന്നത്, മിക്കു ഇപ്പൊ എന്റെ കയ്യിൽ പെർമനന്റ് കസ്റ്റഡിയാണ്. അതുപോലെ തന്നെ മിക്കുവിനെ കാണാനുള്ള എല്ലാവിധ അവകാശങ്ങളും കോടതി പ്രകാരം അവനുണ്ട്. അമൽ പൗലോസ് എന്ന മിക്കുവിന്റെ അപ്പനുണ്ട്. അതുപോലെ തന്നെ മിക്കുവിന്റെ അപ്പന് കാണാനുള്ള അവകാശം, ചെലവിന് കൊടുക്കാനുള്ള അവകാശം 5000 രൂപ വെച്ച് മാസം ചെലവിന് കൊടുക്കാനുള്ള അവകാശമുണ്ട്. ജാനുവരി 2026, അതായത് ഈ വർഷം ജാനുവരിയിൽ, അതിന് മുന്നേ 2 മാസം മുന്നെയാണ് നമുക്ക് ഈ ഒരു ഉത്തരവ് കിട്ടിയത്. അന്ന് ഒരു 2 മാസം നവംബറിലും ഡിസംബറിലും ജാനുവരിയിലും ആണോ എന്നറിയില്ല, 2 മാസം പുള്ളി ചെലവിന് കൊടുത്തിട്ടുണ്ട് കൊച്ചിന് 5000 രൂപ വെച്ച്. എന്റെ പപ്പയുടെ അക്കൗണ്ടിലോട്ടാണ് ഇടേണ്ടത്. അങ്ങനെ 5000 രൂപ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് പുള്ളിനെ വിളിക്കാൻ വേണ്ടിയിട്ടുള്ള ഫോൺ വിളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫോണും പുള്ളി മിക്കുവിന് കൊണ്ടേ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ജാനുവരിയിൽ, ഈ വർഷം തുടക്കത്തില് ജാനുവരിയിൽ കൊച്ചിന് എന്നോട് സ്നേഹമില്ല, എനിക്കിനി കൊച്ചിനെ വേണ്ട, എനിക്കിനി കൊച്ചിനെ വിളിക്കണമെന്നുമില്ല, ഞാൻ ഇനി കൊച്ചിനെ കാണാൻ വരുന്നുമില്ല, ഞാൻ ഇനി കൊച്ചിനെ കാണാൻ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആളുടെ വക്കീലിനോട് സംസാരിച്ച് കൊച്ചിന്റെ കയ്യിൽ നിന്ന് കൊച്ചിനെ വിളിച്ചുകൊണ്ടിരുന്നു. ആഴ്ചയിൽ 2 തവണ വിളിക്കായിരുന്നു. അതുപോലെ തന്നെ മാസത്തിൽ 2 തവണ കാണാറുന്നു. അത് കോടതി വളപ്പിൽ വെച്ചിട്ടാ കാണാമോളൂ. കാരണം അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഞങ്ങളല്ല ഈ കൊച്ചിനെ ഇത് ചെയ്യണേന്റെ പെറ്റീഷണർ, പുള്ളിയാണ് പെറ്റീഷണർ. പുള്ളി ഞങ്ങൾക്ക് എഴുതി തന്നിരിക്കുന്നതാണ്. അല്ലാതെ കൊച്ചിനെ എടുത്തോ, പെർമനന്റ് കസ്റ്റഡി എടുത്തോ എന്ന് പറഞ്ഞ് പുള്ളി പെറ്റീഷൻ കൊടുത്തിട്ട് എഴുതി തന്നിരിക്കുന്നതാണ് മിക്കു. അപ്പോ അത് കഴിഞ്ഞിട്ട് പിന്നെ കാണാനുള്ള അവകാശം, അതുപോലെ തന്നെ ചെലവിന് കൊടുക്കണം, 5000 രൂപ ചെലവിന് കൊടുക്കണം, അതൊക്കെ ഉണ്ട്. പക്ഷെ ആദ്യത്തെ ഒരു 2 മാസം എനിക്ക് തോന്നുന്നു ഡിസംബറിലും ജാനുവരിയിലും പുള്ളി ചെലവിന് കൊടുത്തിട്ടുണ്ട്. ഒരു 2-4 തവണ എങ്ങാണ്ട് പുള്ളി കൊച്ചിനെ വിളിച്ചിട്ടുണ്ട്. 2 തവണ കൊച്ചിനെ കണ്ടിട്ടുണ്ട്. അത്രേ ഉണ്ടായിട്ടുള്ളൂ. അല്ലാതെ അത് കഴിഞ്ഞിട്ട് പുള്ളിക്ക് കൊച്ചിനെ വേണ്ട, കൊച്ചിനെ കാണണ്ട, ഇനി കൊച്ചുമായിട്ട് ഒരു ഇതുമില്ല, അതുകൊണ്ട് ഞാൻ എന്റെ ഫോൺ തിരിച്ച് മേടിക്കാന്ന് പറഞ്ഞു ഫോൺ തിരിച്ച് മേടിച്ചുകൊണ്ട് പോയ ഒരാളാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കിടന്ന് എന്റെ കൊച്ചിനെ കാണിക്കുന്നില്ല എന്ന് പറഞ്ഞ് കരഞ്ഞ് ഇതാക്കുന്നതിൽ അർത്ഥമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കൊച്ചിനെ കാണണമെന്നുണ്ടെങ്കിൽ ഇനി കോടതി വഴി എങ്ങനെയാണെന്ന് വെച്ചാൽ മൂവ് ചെയ്ത് പോയി കാണേണ്ടതാണ്. അതിന് ഓൾറെഡി കോടതിയിൽ നിന്നൊരു ഉത്തരവ് കിട്ടിയതാണ്. ഇനിയും കോടതി വഴി പോകണം. കാരണം ഇത്രയും നാളും ചെലവിന് തരാത്തതുകൊണ്ടും കൊച്ചിനെ തിരിഞ്ഞു നോക്കാത്തതുകൊണ്ടും കൊച്ചിനെ വിളിക്കാത്തതുകൊണ്ടും ഇനിയും കോടതി വഴി തന്നെ പോയാലാണ് അതിന് അതിൻ്റെതായ രീതിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് എന്റെ കുട്ടീനെ കാണിക്കുന്നില്ല, അവർക്ക് പൈസ കൊടുത്താലേ കാണിക്കുള്ളൂ എന്നൊക്കെ പറയുന്നത്, അതായത് ഇത്രയും നാളത്തെ പൈസ, അതായത് മാസം 5000 രൂപ വെച്ചിട്ടാണ് കൊടുക്കേണ്ടത്. അപ്പൊ ഇത്രയും നാൾ വരുമ്പോൾ അത്യാവശ്യം ഒരു എമൗണ്ട് ആവും. കൊച്ചിന്റെ ഫീസ് വരുന്നത് ബെക്ചേതല പബ്ലിക് സ്കൂളിലാണ് പഠിക്കുന്നത്, CBSE ആണ്. അത്യാവശ്യം ഫീസ് ഉണ്ട്, ഏകദേശം ഒരു 42,000 ഇപ്പൊ ഏകദേശം നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഹാഫ് അവൻ തരണം. അപ്പൊ അതൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു കൊച്ചിനെ നോക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെതായ ചെലവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പൊ ഞാനാണ് കുഞ്ഞിനെ നോക്കുന്നത്, കുഞ്ഞിന് ചെലവിന് കൊടുക്കുന്നത്, എല്ലാ കാര്യങ്ങളും അവന്റെ പൈസ ഉൾപ്പെടെ ഞാനാണ് കൊടുക്കുന്നത്. അപ്പോ കൊച്ചിനെ നോക്കേണ്ട രീതിക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊച്ചിനെ കാണാനും വിളിക്കാനുള്ള അവകാശങ്ങൾ എല്ലാവർക്കും ഉണ്ട്. ഒരു കൂലിപ്പണിക്ക് പോകുന്നവർക്ക് കിട്ടും അത്യാവശ്യം ഒരു പൈസ, ഡെയിലി വേജസ്. അതുപോലും പണിയില്ല, എനിക്ക് ജോലിയില്ല എന്ന് പറഞ്ഞാണ് കൊച്ചിന് ചെലവ് കൊടുക്കാത്തത്. എനിക്ക് കൊച്ചിന് ചെലവിന് കൊടുക്കാത്തതിലും ഒരു വിഷയമില്ല. പക്ഷേ ഒരു കാര്യം ചിന്തിക്കണം, അതുപോലും കൊടുക്കാൻ വയ്യാത്തവർ, ഇത്രയും നാളായിട്ട് ആ കുഞ്ഞിന്റെ കൂടെ ഞാൻ ഇത്രയും നാളും ജീവിച്ചിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫാമിലി ലൈഫ് കൊണ്ടുപോയിട്ട് ഒരു ഗിഫ്റ്റോ അല്ലെങ്കിൽ ഒരു സാധനമോ എന്റെ കൊച്ചിന് മേടിച്ച് കൊടുക്കാത്ത ഒരാള് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് എഴുതുന്ന എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ഇപ്പൊ വെളുപ്പിക്കാൻ നോക്കി അവിടെ ഇരുന്ന് വെളുപ്പിക്കത്തേ ഉണ്ടാവുള്ളൂ. അക്കൗണ്ട് ഹാക്കായി അല്ലാതെ പോയ മെസ്സേജുകളാണെന്നൊക്കെ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ തെളിവോടുകൂടി നമ്മൾ പൊക്കിയതാണ്.
തെളിവോട് കൂടി നീ സമ്മതിച്ചതാണ്. തെളിവോട് കൂടിയിട്ട് നിന്നെ പൊക്കി നീ എന്നോട് കാലേ പിടിച്ച് മാപ്പ് പറഞ്ഞ് കരഞ്ഞതാണ്. അപ്പോ ഹാക്കായതും എന്തുവാണെന്നുണ്ടെങ്കിലും നീ കണ്ടുപിടിക്കുക. നീ തെളിവും കൊണ്ടുപോവാ. അതായത് ഹാക്കായി പോയതാണെന്നുള്ള തെളിവും കൊണ്ടുപോവാ. ഓക്കെ. ഈ ഫാൻ പേജ് നടത്തിയ ഒരു പെൺകുട്ടിക്ക് മെസ്സേജ് അയച്ചപ്പോ ആ കൊച്ചു മെസ്സേജ് അയച്ച് എന്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിക്കുക, ചേച്ചിക്ക് എങ്ങനെ ഇനി ഇവന്റെ കൂടെ ജീവിക്കാൻ പറ്റണോന്ന്. അന്ന് വീണ്ടും അവൻ കരഞ്ഞ് കാല് പിടിച്ച് ഒരു കാര്യം അറിയോ, ഞാൻ മിക്കുവിനെ പ്രഗ്നന്റ് ആയിട്ടിരുന്നപ്പോ 6ാം മാസം, മിക്കുവിന് 6 മാസം ഉള്ളൂ. അന്ന് ഞാൻ തൂങ്ങിയതായിരുന്നു. അന്നേ അങ്ങ് തട്ടിപ്പോയാൽ മതിയായിരുന്നു എന്ന് പലതവണ ചിന്തിച്ചിട്ടുണ്ട്. അന്നങ്ങ് പോയാൽ മതിയായിരുന്നു. എന്തിനാ വെറുതെ നിന്ന് ഈ ഇതൊക്കെ കേൾക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? അതൊക്കെ കാരണം എന്തിനായിരിക്കും? വെറുതെ തൂങ്ങും ആരെങ്കിലും? പിന്നെ ഒരു കാര്യം, അതായത് ഇവൻ ഈ അഭിഹിതത്തിന്റെ കഥ, അങ്ങനത്തെ കഥ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് പറയുന്നുണ്ട്. MDMA കഥയോടെ ഇവൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇവനെ ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ ഞാനിത് ഉപയോഗിക്കരുത്, ഞാനിത് പോലീസിന് റിപ്പോർട്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറയുമ്പോൾ നിന്റെ വീട്ടുകാരെയും ഞാൻ കൊല്ലും, അല്ലെങ്കിൽ ഇതിന്റെ പുറകെ ഉള്ളവർ നിന്റെ വീട്ടുകാരെയും കൊല്ലും എന്നൊക്കെ പറഞ്ഞു. ഇനി കൊല്ലോ ചാവോ എന്താന്ന് വെച്ചാൽ ആവട്ടെ, എന്തെങ്കിലും ആവട്ടെ, ഞാൻ എന്തായാലും എന്റെ ജീവിതം ഇത്രയായി, എന്റെ ജീവിതം ഇത്രയും തീർന്നു കിട്ടി. എനിക്ക് ഇനി ഇതിൽ കൂടുതൽ ഒന്നും തീരാനൊന്നുമില്ല. എന്റെ രീതിയിൽ, എന്നെ മോശമായിട്ട് പറയുന്ന രീതിയിൽ എന്തെങ്കിലും അതായത് ഞാൻ ഡിവോഴ്സിന് മുന്നേ ആർക്കെങ്കിലും ഒരു റിലേഷൻ ഉണ്ടായതോ, അല്ലെങ്കിൽ ഞാൻ ഇതുപോലെ ആർക്കെങ്കിലും മെസ്സേജ് അയച്ചതോ എന്തെങ്കിലും ഒന്ന് പറയാമോ? ഞാൻ അത്രയും ആത്മാർത്ഥമായിട്ട്, അതായത് ഞാൻ അത്രയും കഷ്ടപ്പെട്ട് ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടായി ഇവനെ കല്യാണം കഴിക്കുന്നത്. കല്യാണം കഴിച്ച് ഞാൻ അത്രയും സ്ട്രഗിൾ ചെയ്ത് ഇവന്റെ കൂടെ ജീവിച്ച് തുടങ്ങിയപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇവൻ ഇങ്ങനെയൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ടെന്ന്. കല്യാണം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇതൊക്കെ അറിയുന്നത്. ഇവൻ ഒരെണ്ണം. അതുപോലെ തന്നെ ഞാൻ മിക്കുവിനെ പ്രസവിച്ച് കിടന്ന സമയത്ത് ഞാൻ 9 ദിവസമാണോ 8 ദിവസമാണോ എന്ന് ഞാൻ കറക്റ്റായിട്ട് ഓർക്കണില്ല. അന്ന് ഇവൻ എന്നെ അടിച്ച് ഒച്ചപ്പാടുണ്ടായി. റീസൺ പലതാണ്. ഇവൻ കൊച്ചിന് വയ്യാതിരിക്കുമായിരുന്നു. കൊച്ചിന് വയ്യാതിരിക്കുന്ന സമയത്ത്, അതായത് മഞ്ഞപ്പ് കൂടിയിട്ട് ഹോസ്പിറ്റലിൽ ഐസ് ആവുമായിരുന്നു. അതായത് ഒട്ടും വയ്യായിരുന്നു, കുഞ്ഞിന് മഞ്ഞപ്പ് കൂടി. അപ്പൊ ഞാനിത് ഇവന്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞു. അപ്പൊ പറഞ്ഞു അവൻ മോളി വന്ന് കിടക്കുക. കാരണം ഇതാണ്, 3-4 ദിവസം MDMA ഒക്കെ അടിച്ച് സെറ്റായി, ഇനി 4 ദിവസം കിടന്ന് ഉറങ്ങണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുകളിലായിട്ട് കിടക്കുവാണ്. അപ്പോൾ ഞാനന്ന് ഇവന്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞു, കൊച്ചിനൊട്ടും വയ്യ, എനിക്ക് തന്നെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പൊ അവന്റെ അമ്മ പറഞ്ഞു, ഏതെങ്കിലും കൂട്ടുകാരനെ വിളിച്ചുകൊണ്ട് പോ എന്ന് പറഞ്ഞു. ഞാനൊന്നും മിണ്ടിയില്ല അന്നേരം. അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞ്, പിന്നെ അതിന് മുന്നേ 2 ദിവസം മുന്നേ ഒരു പ്രശ്നം ഉണ്ടായി. ഞാനും അമ്മലും തമ്മിൽ വാക്കുതർക്കം ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് ഇവൻ എന്നെ തല്ലി. ഞാൻ അന്നേരം എനിക്കൊരു ഒന്നും പറ്റിയൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ബോധം കെട്ട് വീണു. അന്ന് എനിക്ക് കുറച്ചൊരു വണ്ണം ഉണ്ടായിരുന്നു. എന്റെ മുഖത്തും മേത്തും ഒക്കെ നമുക്ക് അത്യാവശ്യം പ്രസവിച്ച് എണീറ്റതായതുകൊണ്ട് കുറച്ച് നീരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് മുഖത്തുള്ളത് കൊണ്ട് ഇവൻ അടിച്ച പാട് അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. ഇവനല്ല, ഇവന്റെ ഒരു ഫ്രണ്ടിന്റെ വൈഫോടും കൂടിയിട്ട് എന്നെയും കൊച്ചിനെയും കാണാൻ വന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ റൂമിൽ കിടക്കുക. എനിക്ക് ബോധമില്ല. എനിക്ക് ബോധം വന്നത് രാജഗിരി ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴാണ്. എന്താ സംഭവിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല. അവിടെ എന്താ സംഭവിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് അവർ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ണു തുറക്കുമ്പോൾ ഇവന്റെ അമ്മ എന്റെ തലയിൽ തൊല്ലോടിയിട്ട് പറഞ്ഞു, വീട്ടിൽ നടന്ന കാര്യമൊന്നും പറയരുത് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഹോസ്പിറ്റലുകാർ എൻ്റെ അടുത്ത് ചോദിച്ചു, എന്തെങ്കിലും അടി ഉണ്ടായോ, പ്രശ്നം ഉണ്ടായോ, മുഖം എന്താ എങ്ങനെ ഇരിക്കണേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒന്നും ഉണ്ടായില്ല, ഞാനൊന്ന് വീണതാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇവന്റെ കൂട്ടുകാരന്റെ വൈഫോടും കൂടി, ഞാൻ അവരുടെ പേര് ഇവിടെ പറയുന്നില്ല, വൈഫോടും കൂടിയിട്ട് പുള്ളിക്കാരത്തിന്റെ അടുത്ത് ചോദിച്ചു, ഇവളിങ്ങനെ കിടന്നിട്ട് നിങ്ങൾ ആരും കണ്ടില്ല, നിങ്ങൾ 2 പേരും ഇവിടെ ഉണ്ടായിരുന്നല്ലോ, കണ്ടില്ലേന്ന് വെച്ച് പറഞ്ഞു. അവള് വാതിൽ കുറ്റിയിട്ടേക്കുമായിരുന്നു എന്ന്. ഞാൻ ആ കുഞ്ഞിനെയും ഇട്ടിട്ട് അവിടെ അപ്പൊ ഈ ബോധം കെട്ടുകിടക്കുന്ന ഞാൻ എങ്ങനെയാണ് വാതിൽ കുറ്റിയിടുന്നത്? അപ്പൊ എന്നെ കാണാൻ വന്നവരെങ്ങനെയാണ് എന്നെ കണ്ടത്? അപ്പോൾ ഇതൊന്നുമല്ല, ഇതിന്റെ അപ്പുറം അവിടെ നടന്നിട്ടുണ്ട്. ഇനി എന്തൊക്കെയാണ് എനിക്കറിയില്ല. ഞാൻ എന്തൊക്കെയാണ് പറയേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എനിക്ക് എന്തൊക്കെയോ പറയണമെന്നുണ്ട്. എനിക്ക് ഇത് ഓൾറെഡി കഴിഞ്ഞ കാര്യമാണ്. ഇത് വീണ്ടും ഇങ്ങനെ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഇത് കഴിയണില്ലല്ലോ എന്ന് ആലോചിച്ചു. ഇപ്പൊ ഒരു 1 year ആവാറായി എനിക്ക് ഡിവോഴ്സ് കിട്ടിയിട്ട്. ഇത് എന്ന് കഴിയും ഇതിന്റെ തീരുമാനങ്ങൾ? അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് എന്ന് തീരുമാനങ്ങൾ ഉണ്ടാവും? ഞാനിപ്പോൾ എൻ്റെ വശം ഞാൻ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്നും കള്ളി, അല്ലെങ്കിൽ ഞാൻ എന്നും പിഴച്ചു കിടക്കുന്നവളും ആയി തീരും. അപ്പോൾ എനിക്ക് എൻ്റെതായ കാര്യങ്ങൾ പറയണം, അല്ലെങ്കിൽ എൻ്റെതായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഞാനും എൻ്റെ കുഞ്ഞും ഇൻ കേസ് എല്ലാവരും പറയുന്നുണ്ട് ഞാൻ കൊച്ചിനെ കൊണ്ടുവരാത്ത എന്താന്ന്, എനിക്ക് അതിന് സമയം വേണം. അല്ലെങ്കിൽ എനിക്ക് എൻ്റെ കൊച്ചിനെ കൊണ്ടുവരണോ വേണ്ടയോ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് കൊണ്ടുവരാൻ പറ്റുകയെന്നൊക്കെ ഉള്ളത് അതിന് കുറച്ച് സമയം എടുക്കും. അല്ലാതെ നമുക്ക് ഇട്ടുപിടിയെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. എനിക്ക് എൻ്റെ കൊച്ചിൻ്റെ കൂടെ ജീവിക്കാൻ എപ്പോഴും ഇഷ്ടം. അപ്പോൾ ഇപ്പൊ കിട്ടിയിരിക്കുന്ന ഒരു ന്യൂസ് പ്രകാരം ഞാനിവിടെ അനൂപ്, ഞാൻ പറയാൻ പേര് അനൂപ്, എൻ്റെ ഫ്രണ്ടാണ്. അവന് ഒരു പൈസ ഇടപാടിന്റെ കാര്യം കൊണ്ടാണ് ഞാൻ ഡിവോഴ്സായി എന്നാണ്.
അതായത് ഞാൻ രാവിലെയാണോ ഉച്ചയ്ക്കാണോ ഞാൻ എൻ്റെ സ്ക്രീൻഷോട്ട് ഉണ്ട്. ഞാൻ അമലിന് കുറച്ച് പൈസ ഇട്ട് കൊടുത്തു. ഞാൻ എന്നിട്ട് പറഞ്ഞു എവിടെയാന്ന് ചോദിച്ചിട്ട് റിപ്ലൈ ഒന്നുമില്ല, വിളിച്ചിട്ടൊന്നും കിട്ടുന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ വിളിച്ചപ്പോൾ ആള് നല്ല കൂടിച്ച് ഫിറ്റായിട്ട് തിയേറ്ററിൽ സിനിമ കാണാൻ നിൽക്കുക. അപ്പൊ ഞാൻ അങ്ങോട്ട് കണക്ക് പറഞ്ഞു. അതായത് കണക്ക് പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ അയച്ചു തരുന്ന പൈസ അറ്റ്ലീസ്റ്റ് ഒന്ന് മനസ്സിലാക്കി യൂസ് ചെയ്യും. ഞാൻ നിങ്ങൾക്ക് അവിടെ വീട്ടിലോട്ടുള്ള ചെലവിനുള്ള പൈസ അയച്ചു തന്ന, അതായത് അവന് ഫുഡ് മേടിച്ച് കഴിക്കാനുള്ള പൈസ ഞാൻ അയച്ചു തന്നതാണ്. ഏകദേശം ഈ മാസം ഞാൻ 2 ലക്ഷത്തി സംതിങ് ട്രാൻസാക്ഷൻ എനിക്ക് നടന്നിട്ടുണ്ട്. അതെല്ലാം ഞാൻ നിങ്ങൾക്ക് അയച്ചാണ്. അവൻ പറയുന്നുണ്ട് ഞാൻ എന്തോ അല്ല, നമ്മുടെ തുണിയുടെ ബിസിനസിന്റെ ഭാഗമായിട്ട് അയച്ചാണ്. തുണിയുടെ ബിസിനസ്സിന് ഇവന് എനിക്ക് വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഡയറക്റ്റ് ആണ് പേയ്മെന്റ് ചെയ്യുന്നത്. ഇവൻ പോയി സാധനം കളക്ട് ചെയ്യാന്നല്ലാതെ ഇവന് ഞാൻ യാതൊരുവിധ പേയ്മെന്റും ഡയറക്റ്റ് ആയിട്ട് ഞാൻ അയച്ചിട്ടില്ല എന്നാണ് എന്റെ ഒരു ഇത്. പക്ഷേ ഇവൻ അയച്ചിരിക്കുന്ന ഫുൾ പൈസയും ഇവൻ ഓരോ പ്രാവശ്യം ടയർ മാറണം, ഇൻഷുറൻസിന്റെ ഇത് മാറണം, അങ്ങനെ മാറണം, ഇങ്ങനെ മാറണം എന്ന് പറഞ്ഞ് എന്റെ ഇന്ന് കള്ളം പറഞ്ഞ് മേടിച്ചിരിക്കുന്ന പൈസയാണ് അത് മുഴുവൻ. അത് കഴിഞ്ഞ് ഇവനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, മാൾട്ടയിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സ്റ്റുഡന്റ് വിസയ്ക്ക് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ പൈസ ഞാനാണ് അടയ്ക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 300 യൂറോ മാറണമായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന വേറൊരു ആൺകുട്ടി, അവന്റെ പേര് ഞാൻ ഇതിനകത്തോട്ട് വലിച്ചഴിക്കുന്നില്ല, അവന്റെ കയ്യിലോട്ട് 300 യൂറോ ഞാൻ കൊടുത്തിട്ട് അവൻ എനിക്ക് ഇന്ത്യൻ മണി ആയിട്ട് തന്നു. അപ്പോ ആ പൈസ എന്റെ അക്കൗണ്ടിൽ കിട്ടണം. അതിനാണ് അവൻ ആദ്യം ചോദ്യം ചെയ്തത്. അതായത് ഇവൻ ചോദ്യം ചെയ്യണ ഇങ്ങനെയാണ്: എന്തിനാ നിനക്ക് ഇത്രയും പൈസ, നീ അങ്ങോട്ട് കൊടുത്തില്ല, നീ ഇങ്ങോട്ടും തന്നിട്ടില്ല, എന്തിനാ അവൻ നിനക്ക് ഇത്രയും പൈസ തന്നു എന്ന് ചോദിച്ചിട്ടാണ് ചോദ്യം ചെയ്യുന്നത്. അല്ലാതെ അനൂപിന്റെ പേരോ അല്ലെങ്കിൽ അനൂപിന്റെ ഇതോ അതൊന്നും ഇല്ല അവിടെ. അത് കഴിഞ്ഞിട്ട് അനൂപ് എന്തിനാണ് 2000 രൂപ നിനക്കിട്ടത്? ഞാൻ അവന് 20 യൂറോ കൈ കൊടുത്തു, അതുകൊണ്ട് അവൻ എനിക്ക് 2000 യൂറോ ഇങ്ങോട്ട് ഇട്ടു. 2000 രൂപ ഇന്ത്യൻ മണി എനിക്ക് ഇങ്ങോട്ട് ഇട്ടു. അതിലെന്താണ് തെറ്റ്? ഇവിടെ പിന്നെ യൂറോ മാറുന്നത് ഇങ്ങനെയൊക്കെയാണ്. ഉള്ളത് കയ്യിലുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യം വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റും. ആദ്യമായിട്ടാണ് അനൂപ് എനിക്ക് ആ പൈസ ഇട്ട് തരുന്നത്. അതായത് ഞാൻ 20 യൂറോ കൊടുക്കുമ്പോൾ അവൻ എനിക്ക് 2000 രൂപ ഇട്ട് തരുന്നത് ആദ്യമായിട്ടാണ്. ഞാൻ അതുപോലെ തന്നെ അവന് ഞാൻ 2000 രൂപ ഇട്ട് കൊടുത്തിട്ട് അവൻ എനിക്ക് 20 യൂറോയും തന്നിട്ടുണ്ട് 3-4 ദിവസം മുന്നേ. അപ്പോ അല്ലാതെ ഒരു റിലേഷൻ ഉണ്ടായിട്ടാണെന്നാണ് ആ ഒരു തെളിവല്ലാതെ. നീ എന്തെങ്കിലും റിലേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നീ അതൊന്ന് തെളിയിക്കാദ്യം. അതായത് ഞാൻ നിന്റെ കൂടെ നിൽക്കുമ്പോൾ എനിക്കൊരു റിലേഷൻ ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ ഞാൻ ആർക്കെങ്കിലും മെസ്സേജ് അയച്ചോന്നോ ഉണ്ടെങ്കിൽ ഒന്ന് തെളിയിക്കുക, ഒന്ന് പറ. ആഫ്റ്റർ ഞാൻ ഡിവോഴ്സ് ചെയ്തതിന് ശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളത് നീ അന്വേഷിക്കേണ്ട കാര്യമില്ല. അത് ഞാൻ എങ്ങനെയും നടന്നോട്ടെ. ഞാനിപ്പോ ഓരോരുത്തന്റെ കൂടെ ഇരുന്ന് ഡാൻസ് കളിക്കുവോ പാട്ട് പാടുവോ നിനക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ? ഞാൻ എന്റെ വീട്ടുകാരെ ബോധിപ്പിച്ചാൽ പോരെ, അല്ലെങ്കിൽ ഞാൻ എന്റെ വീട്ടുകാരോട് പറഞ്ഞാൽ പോരെ? നിനക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. ഞാനത് എങ്ങനെ ജീവിച്ചാലും നിനക്കത് നഷ്ടമില്ലല്ലോ. അപ്പോ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നീ ഒരുപാട് പറയുന്നുണ്ട്. എനിക്ക് പറയാൻ പറ്റുന്ന രീതിക്കല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. നീ പറ ഓരോന്ന്, അപ്പൊ ഞാൻ അങ്ങോട്ട് തിരിച്ചു പറയാം. അതുപോലെ തന്നെ മാൾട്ടയിലുള്ള 3-4 ആൾക്കാരുണ്ട്. അവരുടെ കയ്യിൽ നിന്ന്, അതായത് അമല് നേരിട്ട് പോലും കണ്ടിട്ടില്ല, ഞാൻ മുഖേന അറിയുന്നവരാണ് അവര് 3 പേരും. 3 പേരുടെ കയ്യിൽ നിന്ന് 40 യൂറോ, അതായത് നാട്ടിലെ 4000 രൂപ, അതുപോലെ തന്നെ 3000 രൂപ ഒക്കെ പറഞ്ഞിങ്ങനെ മേടിച്ചിട്ടുണ്ട്. ഇതുവരെ തിരിച്ചു കൊടുത്തിട്ടില്ല. എന്റെ പേരും പറഞ്ഞിട്ട് മേടിച്ചത് കുഞ്ഞാറ്റയുടെ ഹസ്ബൻഡ് ആണല്ലോ എന്ന് വിചാരിച്ച് അവരും കൊടുത്തു. അതുപോലെ തന്നെ ഈ പൈസ ഇവള് മേടിച്ചത് അവളോട് പറയരുത് എന്നും പ്രത്യേകം പറഞ്ഞു. അപ്പൊ ഈ ലോകത്തില്ലാത്തോടത്തോളം കടം, നാട്ടിലാർന്നപ്പോഴും ഇങ്ങനെ ആവശ്യമില്ലാത്ത ഓരോ കടം മേടിച്ച് കൂട്ടുന്നതെല്ലാം ഞാനാ കൊടുത്തോണ്ടിരുന്നത്. അപ്പോൾ എനിക്കൊരു പരിധിയില്ലേ? എനിക്ക് എന്നെ അറിയാത്ത, ഞാനിതൊക്കെ അറിയുമ്പോൾ എന്റെ മാനസികാവസ്ഥ എന്തായിരിക്കും? ഞാൻ വീട്ടിലെ ചെലവ് നോക്കണം, ഇവന്റെ ചെലവ് നോക്കണം, കൊച്ചിന്റെ കാര്യം നോക്കണം, എന്റെ കാര്യം, കുടുംബം നോക്കണം. അതിനാണ് നമ്മൾ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ അറ്റ്ലീസ്റ്റ് നമ്മളോട് കുറച്ച് ഈ പൈസയൊക്കെ എന്തിനാണ് ഉപയോഗിച്ചേ? എനിക്ക് ഓൾറെഡി പുള്ളിയുടെ ട്രസ്റ്റ് നഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ എന്ത് ചിന്തിക്കും? ഞാൻ ഒരാളെ നന്നായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ്. ഞാൻ പുള്ളിയുടെ ഫോൺ പോലും ചെക്ക് ചെയ്യില്ലാത്ത ഒരാളായിരുന്നു. അപ്പൊ എന്റെ ട്രസ്റ്റ് നഷ്ടപ്പെട്ടപ്പോഴാണ് ഞാൻ ഇതെല്ലാം ചെയ്തു. തൊട്ട് മുന്നേ ഞാനൊരു സ്ക്രീൻ റെക്കോർഡ് ഇട്ടിട്ടുണ്ട്. ഒരു ട്രാൻസാക്ഷന്റെ ഹിസ്റ്ററിയാണ്. ഒരാൾക്ക് നാട്ടിൽ നിൽക്കുന്ന ആൾക്ക് ഇത്രയും ചെലവുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നോട് കള്ളം പറഞ്ഞ് ഓരോ രീതിക്ക് മേടിക്കും. ഞാൻ ഒച്ചപ്പാടുണ്ടാക്കണ്ടല്ലോ, വഴക്കുണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാനത് അയച്ചു കൊടുക്കും. ഞാൻ എന്തെങ്കിലും സേവ് ചെയ്യാൻ എടുക്കുവാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും സ്വർണം മേടിക്കാനൊക്കെ എടുക്കുവാണെങ്കിൽ മാത്രമാണ് ഞാൻ എൻ്റെ മമ്മിക്ക് പൈസ എടുക്കാറുള്ളൂ. ഞാൻ എന്തെങ്കിലും മേടിക്കും, അല്ലെങ്കിൽ ഞാൻ സേവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രം അത് ഞാൻ മമ്മിക്ക് അയച്ചു കൊടുക്കും, അത് സ്വർണം മേടിക്കും. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. ഈവൻ നിങ്ങൾക്ക് അതിനകത്ത് ആ സ്ക്രീൻ റെക്കോർഡിൽ കണ്ടാൽ മനസ്സിലാവും. ഞാൻ ഒരു നീലാംബരി സിൽക്ക് എന്നൊക്കെ പറഞ്ഞ് ഇത് പേയ്മെന്റ് ട്രാൻസാക്ഷൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ
ഞാൻ നമ്മുടെ മിക്കായൽ ബോട്ടിക്ക് ഇപ്പോഴത്തെ മിഴി വസ്ത്ര എന്ന് പറഞ്ഞ് ഇതിനകത്തോട്ട് പൈസ അയച്ചതാണ്. അതിനകത്തോട്ട് സ്റ്റോക്ക് എടുക്കാൻ വേണ്ടി പൈസ അയച്ചത്. അപ്പോൾ അവനല്ലല്ലോ കൊടുത്തത്, ഞാനല്ലേ കൊടുത്തത്. അപ്പൊ എങ്ങനെ അവൻ കൊടുത്തതാവും? അപ്പൊ ബാക്കിയുള്ള അയച്ചതെല്ലാം അമലിനുള്ളതാണ്. അപ്പൊ അമലിന് ഓരോ കാരണം പറഞ്ഞ് മേടിക്കുന്നതൊക്കെ വെറുതെയാണോ? പിന്നെ ഇതൊന്നും കൂടാതെ ഏലിയാമ്മ എന്ന് പറഞ്ഞൊരു ചേച്ചിക്ക് ഞാൻ അതിനകത്ത് പൈസ അയച്ചിട്ടുണ്ട്. അത് വാടക കൊടുത്തതാണ്. എന്റെ വാടകയല്ല, അവന്റെ വാടക. അവൻ നിൽക്കുന്ന വീടിന്റെ വാടക കൊടുത്തതാണ്. അപ്പോ ഇതൊക്കെ എന്താ? എനിക്കിപ്പോൾ വരുന്ന കമന്റ്സ് മുഴുവൻ ഡിവോഴ്സ് ആയില്ലേ, പിന്നെ എന്തിനാണ് ക്യാഷ് അയക്കുന്നതെന്നാണ്. ഇത് കഴിഞ്ഞ വർഷം അയച്ച ക്യാഷാണ്. അത് ജസ്റ്റ് ഒരു 1 മന്തിലെ ക്യാഷാണ്, അത് ട്രാൻസാക്ഷനാണ് കാണിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം അയച്ചതാണ്. ഇനി ഡിവോഴ്സ് ആവണേന് മുന്നേ, തൊട്ട് മുന്നേ വരെ, അതായത് ഡിവോഴ്സ് ആവണേന് തൊട്ട് മുന്നേ ഉള്ള ദിവസം വരെ, ഡിവോഴ്സ് ആവണേല സെപ്പറേറ്റഡ് ആയിട്ട് വരുന്ന ആ ഒരു ദിവസം വരെ ഉള്ള ട്രാൻസാക്ഷനാണ് ഞാൻ അയച്ചിരിക്കുന്നത്. ഈവൻ അവൻ അവിടുന്ന് മാറിയിട്ട് പോലും ഡിവോഴ്സ് ആയതിനു ശേഷം ഞാൻ ആ വാടകയൊക്കെ ഞാൻ തന്നെയാണ് ക്ലിയർ ചെയ്ത് കൊടുത്തത്. എന്നുവെച്ചാൽ അവനല്ല കൊടുത്തത്, ഞാൻ ആ ചേച്ചിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവിടുത്തെ വാടകയെല്ലാം ക്ലിയർ ചെയ്തത് ഞാൻ തന്നെയാണ്. അപ്പോൾ ഇത് ഇപ്പം അയച്ച കാര്യമല്ല, നേരത്തെ കഴിഞ്ഞ വർഷത്തെ കാര്യമാണ്. ഓക്കെ, ഇതിപ്പോൾ ഓരോരുത്തർ ഓരോന്ന് പറഞ്ഞു വരുമ്പോൾ നമുക്ക് എല്ലാം പറയണമല്ലോ. അപ്പോൾ അതിന് മാത്രം ഒരാളുടെ മാത്രം റൗണ്ട് ചെയ്ത് കാണിക്കുമ്പോൾ അതൊരാൾ ടാർഗറ്റ് ചെയ്യുന്ന രീതിയിൽ ഇപ്പം എൻ്റെ ഫ്രണ്ടായിട്ട് കൂടെ നിൽക്കുന്നതായതുകൊണ്ടായിരിക്കാം അവനെ അങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത്. പക്ഷെ അന്ന് നടന്നത് ഇവനെ ബേസ് ചെയ്തിട്ടല്ലായിരുന്നു, വേറൊരു ചെറുക്കൻ കൊച്ചുണ്ടായിരുന്നു, അവനെ ബേസ് ചെയ്തിട്ടായിരുന്നു. അവന്റെ കയ്യിൽ നിന്നാണ് ഞാൻ കൂടുതൽ പൈസ മാറ്റിയിട്ടുണ്ടായിരുന്നത്. യൂറോ ചേഞ്ച് എല്ലാവരും ഇതിനകത്തോട്ട് വലിച്ചു വയ്ക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ ജീവിതമോ തീർന്നു. ഇനിയിപ്പോൾ എന്ന് വെച്ച് നമുക്കൊരു റിലേഷൻ ഉണ്ടായിട്ടല്ല. ഇവിടെ എനിക്ക് തോന്നുന്നു മാൾട്ടയിലുള്ള ഒരുവിധം എല്ലാവരും ഇങ്ങനെ തന്നെയാണ്. നമ്മളിപ്പോൾ ഒരു നാട്ടിലോട്ടൊരു കാശിന് അർജൻറ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂറോ ചേഞ്ച് ആക്കുന്നതൊക്കെ ഇങ്ങനെയാണ്. ഞാനങ്ങനെ ഒരുപാട് തവണയൊന്നും യൂറോ ചേഞ്ച് ആക്കിയിട്ടില്ല. എനിക്ക് സാലറി കിട്ടി തുടങ്ങിയ പിന്നെ ഡയറക്റ്റ് നമുക്ക് അക്കൗണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യാവുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പം അങ്ങനെ ചെയ്തിട്ടുള്ളൂ. അല്ലാത്ത സാഹചര്യങ്ങളിൽ നമ്മൾ യൂറോ ചേഞ്ച് ആക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഇവിടുത്തെ യൂറോയ്ക്ക് ആവശ്യമുണ്ട്, അപ്പം നാട്ടിൽ നിന്ന് പൈസ ഇടിപ്പിക്കണം, ഇവിടെ നമുക്ക് യൂറോയുടെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ നാട്ടിലെ പൈസ അക്കൗണ്ടിലോട്ട് ഇടിപ്പിച്ച് അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യിപ്പിക്കുന്നത്. അത് ഇവിടെ കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. അല്ലാതെ അത് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിട്ട് അങ്ങനെയാണെന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇൻ കേസ് ആ ഒരു സമയത്ത് അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് തെളിയിക്കും. ഈ ഒരു ക്യാഷിൻ്റെ ഒരു ഇതല്ലാതെ ഒരു 2000 രൂപയുടെ ഇനിയിപ്പോൾ കയ്യിൽ കൊടുത്തതുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് കണ്ടായിരുന്നു. ഇപ്പോൾ കയ്യിൽ കൊടുത്തതിൻ്റെ തെളിവ് ഇപ്പം എനിക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത് റെവലൂട്ടിലായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് പാർട്ട് ടൈം ആയിട്ട് ചെയ്ത് കിട്ടുന്ന ക്യാഷൊക്കെയാണ് അന്നേരം ഉണ്ടായിരുന്നത്. അത് ഞാൻ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഇവനെ കൊണ്ടുവരാൻ വേണ്ടി തന്നെ ഞാൻ ചിലവാക്കിയിട്ടുള്ളൂ. നമ്മൾ ഫീസ് അടയ്ക്കാൻ, ഇവനെ ഇങ്ങോട്ട് വേണ്ടിയിട്ട് ഫീസ് അടയ്ക്കാൻ വേണ്ടിയിട്ട് പൈസ സേവ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ എന്തെങ്കിലും ഗോൾഡ് മേടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൈസ മാറ്റി വയ്ക്കുക. അല്ലാതെ അനാവശ്യമായിട്ട് അന്നും ഞാൻ പൈസ കളഞ്ഞിട്ടില്ല. അനാവശ്യമായിട്ട് കളഞ്ഞത് മുഴുവൻ ഇവന് വേണ്ടിയിട്ടുള്ള പൈസയായിരുന്നു. അല്ലാതെ ഞാനൊരു പൈസയും ചിലവാക്കി കളഞ്ഞിട്ടില്ല. പിന്നെ കൊച്ചിന് ചെലവിന് വേണ്ടിയിട്ട് മാസം 5000 രൂപയുടെ ഇതുണ്ടോ എന്ന് ചോദിക്കുന്നവരോട്, അത് കോടതി നിയമപ്രകാരം ഒരു ഡിവോഴ്സായ ഒരു അപ്പനും അമ്മയും ഡിവോഴ്സ് ആണെന്നുണ്ടെങ്കിൽ കോടതി നിയമപ്രകാരം ആരുടെ കൂടിയാണ് കുഞ്ഞ്, അപ്പോൾ അപ്പൻ ചെലവിന് കൊടുക്കണം. അങ്ങനെയാണ് നിയമം. അപ്പം അതുപോലെ തന്നെ ആ ഒരു നിയമം വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം ഞാൻ കുറച്ച് സ്റ്റോറീസ് ഇട്ടുണ്ട്. അതായത് ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഞാൻ കുറച്ച് സ്റ്റോറീസ് ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് വന്ന കുറച്ച് DMൽ വന്ന മെസ്സേജുകളാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആലോചിക്കണ ഇതൊന്നുമല്ല, ഇതിനൊരു അവസാനമില്ലേ എന്നുള്ളതാണ്. അതായത് ഡിവോഴ്സ് കിട്ടിയ സമയത്തൊക്കെ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാകും. ഇപ്പം എനിക്ക് അങ്ങനെ സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ഇപ്പം എനിക്ക് എന്നോട് തന്നെ ഒരു ഷെയിം തോന്നുക. കാരണം ഇതൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ലല്ലോ, ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലോ, എന്നിട്ട് ഞാൻ പുള്ളിയുടെ കൂടെ ഇത്രയും നാളും എന്തിനു ജീവിച്ചു എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താണ് എനിക്ക് ഒന്നിനും ഉത്തരവില്ലാതെ ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ വളരെ സന്തോഷം, വളരെ നല്ല സന്തോഷം. ഞാൻ എടുത്ത ഡിസിഷൻ എന്തുകൊണ്ടും അത്രയും മികച്ചതായിരുന്നു എന്ന് എനിക്ക് വീണ്ടും ഇങ്ങനെ തെളിയിപ്പിക്കാൻ ഒരു അവസരം തരുന്നതിൽ വളരെ സന്തോഷമുണ്ട് എനിക്ക്. ഞാനിപ്പോഴും പണ്ടൊക്കെ ഞാൻ ഇങ്ങനെ വരുമായിരുന്നു, ഇങ്ങനെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഒക്കെ കാണുമ്പോഴേക്കും എനിക്ക് എന്തെങ്കിലും കരച്ചിലൊക്കെ വരും, പെട്ടെന്ന് സങ്കടം വരും. ഇപ്പോഴും എനിക്ക് സങ്കടമൊക്കെ വരും, കരയുമൊക്കെ ചെയ്യും. പക്ഷെ നമ്മൾ പറയേണ്ട കാര്യം, അപ്പോൾ ഈ പെൺപിള്ളേർക്കെല്ലാം അയച്ചിരിക്കുന്നത് എല്ലാം AI അല്ലെങ്കിൽ ഹാക്ക് ചെയ്ത് പോയതായിരിക്കും അല്ലേ? അങ്ങനെ ഹാക്ക് ചെയ്ത് പോയതാണെങ്കിൽ കുഴപ്പമില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഓരോരുത്തരുടെ ഡിസിഷൻ, നമ്മളിപ്പോൾ ഓൾറെഡി സെപ്പറേറ്റഡ് ആയി, പിന്നെ അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല. നേരത്തെ നടന്ന കാര്യങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ട കാര്യമില്ല. പിന്നെ ഈ മെസ്സേജുകൾ എനിക്ക് ഇങ്ങനെ വരുമ്പോൾ എനിക്കിത് ഇപ്പോഴല്ലേ ഇടാൻ പറ്റത്തുള്ളൂ. എനിക്കിപ്പോഴല്ലേ ഒരു അവസരം കിട്ടിയത്. എന്നെ ട്രിഗർ ചെയ്തുകൊണ്ടാണല്ലോ ഞാൻ ഇങ്ങനെ ഒരു സ്റ്റോറിയൊക്കെ ആയിട്ട് വന്നത്. എനിക്ക് എൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ ട്രിഗർ ചെയ്തുകൊണ്ടായിരിക്കുമല്ലോ നമ്മളിങ്ങനെ സ്റ്റോറിക്കായിട്ട് വരിക. അപ്പം എനിക്ക് പറയാനുള്ളത് എനിക്ക് പറയണമല്ലോ. അപ്പോൾ പുള്ളി പറയാനുള്ളത് പുള്ളി അവിടെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കട്ടെ, ഇനി എനിക്ക് പറയാനുള്ളത് ഞാനിവിടെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്ന് വെച്ചാൽ ഇവിടെ കോടതിയാണെന്നോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമും സോഷ്യൽ മീഡിയ ഒരു കോടതിയാണോ അല്ലെങ്കിൽ നമുക്ക് പറയാനുള്ള പ്ലാറ്റ്ഫോം ഒന്നുമല്ല. പക്ഷെ മറ്റുള്ളവരുടെ മുമ്പിൽ
എൻ്റെ ഭാഗത്തെ ഒരു ക്ലാരിഫിക്കേഷൻ ഞാൻ തെളിയിക്കണം. അല്ലാതെ ഞാൻ ഡിവോഴ്സായി ഇത്രയും നാളായിട്ടും എൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ പറയാതെ വരുമ്പോൾ ആൾക്കാർ എന്നെ പറ്റി ആയിരിക്കും നമ്മൾ രണ്ടുപേരുടെയും ഭാഗത്ത് തെറ്റുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിഞ്ഞിട്ടായിരിക്കില്ല ഓരോരുത്തരെ ജഡ്ജ് ചെയ്യുന്നത്. ഇനി എനിക്ക് പറയാനുള്ളത് നമ്മുടെ പെൺകുട്ടികളോടാണ്. ഇപ്പോൾ ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്ന പൊട്ടികളാവരുത്, നിങ്ങൾ പൊട്ടികളാവരുത്. ഇപ്പം എനിക്ക് കുറച്ച് പേര് എനിക്ക് മെസ്സേജ് അയച്ചു, ഒരു കൊച്ച് എനിക്കിങ്ങനെ മെസ്സേജ് അയച്ചു, 2000 രൂപയും 500 രൂപയൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, കടമായിട്ട് കൊടുത്താണ്, അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ തമ്മിൽ എങ്ങനെയാണ് പരിചയം എന്ന് ചോദിച്ചപ്പോൾ കുട്ടി പറയുക ഇൻസ്റ്റഗ്രാമിൽ സജഷൻ വന്നു അങ്ങനെ കൂട്ടായതാണ് എന്നൊക്കെ. ഞാൻ ആലോചിക്കുന്നതല്ല, ഒരു ഇൻസ്റ്റഗ്രാമിൽ കണ്ട ഒരാളോട് ഇങ്ങനെയൊക്കെ പൈസ കടം കൊടുക്കുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ മെസ്സേജ് അയക്കാൻ പറ്റുക, ഇതൊക്കെ നിങ്ങളെ തന്നെ സേഫാക്കി വെക്കുക. അതായത് നിങ്ങളെ സൂക്ഷിക്കുക. നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും പറ്റിപ്പോയിട്ടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തെങ്കിലും പറ്റിപ്പോയാൽ പിന്നെ അത് പറഞ്ഞിട്ട് നമുക്ക് കാര്യമില്ല, പിന്നെ നാണക്കേട് മാനക്കേട് അങ്ങനെയൊക്കെ ആയിപ്പോവും. അപ്പം നമ്മൾ തന്നെ സൂക്ഷിക്കാൻ പറ്റുള്ളൂ. നമ്മൾ തന്നെ സൂക്ഷിക്കുക, വേറെ ആരും വന്നവർ സൂക്ഷിക്കില്ല. ഇവൻ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ നമ്മുടെ വീട്ടുകാരോട് ആദ്യം പറയുക. ഞാൻ എന്നെ അടിച്ച കാര്യം അല്ലെങ്കിൽ എനിക്കുണ്ടായ ട്രോമാസും കാര്യങ്ങളൊക്കെ പണ്ടേ വീട്ടിൽ പറഞ്ഞിരുന്നെങ്കിൽ പണ്ടേ എനിക്കിട്ട് 2 തന്നിട്ട് എന്നെ വീട്ടിൽ കൊണ്ടുപോയാൽ. അപ്പോൾ ഇത്രയും നേരം ഞാൻ ഓരോ സ്റ്റോറീസും കാര്യങ്ങളും ഇട്ടു. എനിക്ക് നിലവിൽ ഇപ്പോൾ ഒരു 10-12 പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇവൻ്റെ മെസ്സേജ് ഇങ്ങനെ അയച്ചിട്ടുണ്ട്, മോശമായിട്ട് അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള രീതിക്ക് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഹാക്ക്ഡ് ആയിരുന്നു, പല സമയത്ത് അയച്ചിരിക്കുന്ന മെസ്സേജുകളാണ്. അപ്പോൾ ഇതൊക്കെ ഹാക്ക്ഡ് ആയിട്ടുള്ള ഇത്രയും പേർക്ക് ഇങ്ങനെ പോകും. അതായത് ഇതിപ്പോൾ ഞാൻ ഫസ്റ്റ് ഒരു 1 ഇയർ ബാക്ക് ഞാൻ ഡിവോഴ്സിന് വേണ്ടിയിട്ട് കൊടുത്ത് ഞാൻ ഡിവോഴ്സ് ആയ സമയത്ത് ഞാൻ ഇതുപോലെ ഇട്ടപ്പോൾ എനിക്കൊരു 9-10 പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അത് സ്ക്രീൻഷോട്ട് അല്ല, അത് എനിക്ക് കറക്റ്റ് ചാറ്റ് ഉൾപ്പെടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഓൾറെഡി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചാറ്റ് ഉൾപ്പെടെ ഞാൻ എൻ്റെ വീഡിയോയിൽ ഇപ്പം ഇന്നിട്ടേക്കണ വീഡിയോയിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ ഹാക്ക്ഡ് ആയിരിക്കും അല്ലേ. പിന്നെ ഞാൻ മറ്റേ നമ്മുടെ നിൻ്റെ കൂടെ കോളേജിൽ പഠിച്ചൊരു ഞാൻ പെൺകുട്ടി പേര് പറയുന്നില്ല കാരണം അവൾ ഫാമിലി ആയിട്ട് ഇപ്പോൾ ജീവിക്കുകയാണ്. അപ്പോൾ ആ ചേട്ടനും അറിയാം കേട്ടോ. അപ്പോൾ അത് ഫേക്ക് ആയിരിക്കും അല്ലേ, നീ എന്തിനാണ് നിന്റെ കാല് പിടിച്ചത്? അതുപോലെ തന്നെ ഫാൻ പേജ് നടത്തിയ പെൺകുട്ടിക്ക് അയച്ചിട്ട് നമ്മൾ പിടിച്ചത് ഫേക്ക് ആയിരിക്കും അല്ലേ, അക്കൗണ്ട് ഹാക്കായി പോയതായിരിക്കും, അതുകൊണ്ടായിരിക്കും കാല് പിടിച്ചതല്ലേ. അപ്പോൾ അതും എന്നാലും നീ സമ്മതിക്കണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ടായിട്ടുണ്ട്, അതിന് എനിക്ക് തെളിവൊന്നുമില്ല കേട്ടോ എൻ്റെ കയ്യിൽ, പക്ഷെ ഞാൻ പറയാം. അതായത് ഞാനും ഇവനോടും കൂട്ടിയിട്ട് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെയാണ് കാലടി കഴിഞ്ഞിട്ടുള്ളൊരു ടൂറിസ്റ്റ് സ്പോട്ടാട്ടോ, അവിടെ പോവുകയാണ്. പോയി തിരിച്ച് വരണ വഴിക്ക് ഇവനൊരു കോള് വന്നു. അപ്പം ഞങ്ങൾ കാറിലാണ്, കാറുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പം ഇങ്ങനെ വരുന്നേ, അമലെ എന്നെ അറിയില്ലേ, നീ എന്താ ഇപ്പം ഇങ്ങോട്ടൊന്നും വരാത്തേന്ന്. അപ്പം ഞാൻ ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ വണ്ടി ഓടിക്കുകയാണ്, ഞാൻ ഫാമിലി ആയിട്ടാണ്, പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ഡൗട്ട് തോന്നി. ഓൾറെഡി എനിക്ക് ഡൗട്ട് ഉണ്ടല്ലോ, എൻ്റെ ട്രസ്റ്റ് നഷ്ടപ്പെട്ടത്, എനിക്ക് ഡൗട്ട് ഉണ്ടാവും, സ്വാഭാവികം. ഞാനോട് പറഞ്ഞു കട്ട് ചെയ്തിട്ട് അങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ പുള്ളി വിളിച്ചു. എന്തായിരുന്നു ഞാൻ പറഞ്ഞു ഫാമിലിയുടെ കൂടെയല്ല, എന്താണ് സംസാരിക്കാൻ പറയാൻ പറഞ്ഞു. ആ കോള് വന്നത് ഒരു സ്പാ സെൻറ്ററിൽ നിന്നായിരുന്നേ, എറണാകുളത്തുള്ളൊരു സ്പാ സെൻറ്ററിൽ നിന്നായിരുന്നു. അപ്പോൾ എന്നിട്ട് ഞാൻ ഇവനോട് മെസ്സേജ് അയക്കാൻ പറഞ്ഞു. ഇവൻ മെസ്സേജ് അയച്ചു. അപ്പോൾ ആ പുള്ളിക്കാരിയും കൂടി ചോദിക്കുകയാണ്, അമലിന് എന്നെ നേരത്തെ അറിയാലോ, എന്താണ് ഇപ്പോൾ ഒന്നും വരാത്തെ, നേരത്തെ വരുമായിരുന്നല്ലോ, ഇപ്പം എന്താ വരാത്തെ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. അപ്പം എനിക്ക് എന്തോ പോലെ ആയിപ്പോയി കേട്ടോ, കാരണം എൻ്റെ ഹസ്ബൻഡാണ്. അപ്പോൾ എനിക്ക് അന്നേരം ഉണ്ടാവുന്ന ഒരു മാനസികാവസ്ഥയുണ്ടല്ലോ. ഞാനത് കഴിഞ്ഞിട്ട് അവിടെ കിടന്ന് തുള്ളി ബഹളം ഉണ്ടാക്കി ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കി. സ്വാഭാവികമായിട്ടും ഞാൻ ഒച്ചപ്പാടുണ്ടാക്കും. ഞാൻ പറഞ്ഞു ഞാനൊന്നും ചെയ്യത്തില്ല, ഇത് എന്താണെന്ന് വെച്ചാൽ അത് സമ്മതിക്കുക, അത് നമുക്ക് ആ ഒരു രീതിക്ക് പോവാം, പിന്നീട് ഇത് ആവർത്തിക്കരുത് എന്നുള്ള രീതിക്ക് പറഞ്ഞു. ഇവൻ എൻ്റെ അടുത്ത് ഓപ്പൺ ആയിട്ടപ്പോൾ പറഞ്ഞു ഇങ്ങനെ നേരത്തെ സ്പാ സെൻറ്ററിൽ പോയതാണ് എന്നിവൻ പറഞ്ഞു. ഞാനപ്പം തന്നെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ കാറിൽ നിന്ന് ചാടാൻ വേണ്ടിയിട്ട് നോക്കി. ഇവൻ പറഞ്ഞു ഇതാണ് ഞാൻ പറയുന്നത്, ഞാൻ അങ്ങനെയൊന്നും പോയിട്ടില്ല, ഞാൻ അങ്ങനെയൊന്നും ഇതായിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതിനെനിക്ക് തെളിവുകളൊന്നുമില്ല. പക്ഷെ ഇവനന്ന് വന്ന കോള്, അതുപോലെ തന്നെ ആ പെങ്കൊച്ചെനിക്ക്, അതുപോലെ തന്നെ പെങ്കൊച്ചല്ല മീൻസ് ആ ചേച്ചി ഇവന് ഫോട്ടോ അയച്ചു കൊടുത്തു. എനിക്ക് മനസ്സിലായില്ല എനിക്കൊരു ഫോട്ടോ അയക്കുമെന്ന്. ഞാൻ ഇവൻ്റെ ഫോൺ മേടിച്ചിട്ട് ഞാൻ അങ്ങ് അയച്ചു ഇവനാണെന്നുള്ള രീതിക്ക്. ഇവൻ എൻ്റെ അടുത്തിരിക്കുകയാണേ. അപ്പോൾ അയച്ചു കഴിഞ്ഞപ്പോൾ ആ ചേച്ചിയുടെ ഫോട്ടോ ഒക്കെ അയച്ചു തന്നു. അപ്പോൾ എനിക്ക് ഓക്കെ. അത് കഴിഞ്ഞ് ആ ചേച്ചി കുറച്ച് കഴിഞ്ഞപ്പോൾ ഫോട്ടോ ഡിലീറ്റ് ഫോർ എവരി വൺ കൊടുത്തു കേട്ടോ. അപ്പോൾ എനിക്ക് എൻ്റെ ഓൾറെഡി ഒരു ട്രസ്റ്റോടെയും അവിടെ നഷ്ടപ്പെട്ടു. പിന്നെ ഞാനൊരു മരവിച്ച അവസ്ഥയാണ്. അത് ഏത് അവസ്ഥയാണെന്നൊന്നും എനിക്ക് പറയാൻ അറിഞ്ഞുകൂടാ. അപ്പോൾ അതിനെനിക്ക് തെളിവില്ലാത്തതുകൊണ്ട് എനിക്ക് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാനതങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ. എൻ്റെ കയ്യിൽ തെളിവുകളൊന്നും കിട്ടിയില്ലല്ലോ, സ്ക്രീൻഷോട്ടൊന്നും കിട്ടിയില്ലല്ലോ. അതുകൊണ്ട് ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. എൻ്റെ കയ്യിൽ ഉള്ള തെളിവ് വെച്ചിട്ട് ഞാൻ പറയും. അതുപോലെ തന്നെ
ഇവൻ ആദ്യം അയച്ച പെൺകുട്ടി ഇത് നമ്മൾ കേസ് കൊടുക്കുന്ന സമയത്ത് കോടതിയിൽ വേണമെങ്കിൽ വന്ന് പറയാമെന്നും പറഞ്ഞതാ. അപ്പം അതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. നീ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അങ്ങ് തെളിയിക്കുക. നീ എന്തൊക്കെ പറയാൻ പറ്റുമോ അതൊക്കെ അങ്ങ് പറ. ഓക്കെ, ഞാൻ ആ കല്യാണത്തിനൊക്കെ മുന്നേ കാണാൻ തുടങ്ങിയത്. നിങ്ങളുടെ കല്യാണ വീഡിയോസ് എല്ലാം ഞാൻ കാണുമായിരുന്നു. പിന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞ് കുറേ നാൾ അങ്ങനെ അങ്ങ് പോയപ്പം എനിക്കൊന്ന് മിക്കവാറും മൂത്തേന്ന് തോന്നുന്നു, മോനല്ലേതാ. അപ്പോൾ ഇങ്ങനെ യൂട്യൂബിൽ എപ്പോഴും ഞാൻ താഴെ കമൻറ്റ് ചെയ്യുമായിരുന്നു. ചിലതിനൊക്കെ റിപ്ലൈ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷം, എല്ലാത്തിനും റിപ്ലൈ കിട്ടാറില്ല, പക്ഷേ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷം. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഇൻസ്റ്റാഗ്രാമിൽ തുടങ്ങിയിട്ട് ഞാൻ ഇൻസ്റ്റയിൽ ചേച്ചിക്കും ഫോളോ ചെയ്തു, ഈ പറയുന്ന അമലിനും ഞാൻ ഫോളോ ചെയ്തു. അപ്പോൾ ഈ ചേച്ചി അത് കണ്ടിട്ടില്ല, ഫോളോ പ്രൈവറ്റ് അക്കൗണ്ട് അല്ലല്ലോ, മറ്റേ അക്കൗണ്ട് ഫോളോ ചെയ്ത് എന്നെ തിരിച്ചപ്പോഴെന്നെ ഫോളോ ചെയ്തപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ എനിക്ക് കൂടുതൽ ഞാൻ എക്സൈറ്റഡ് ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചേച്ചിയുടെ അടുത്തൊക്കെ മിണ്ടാൻ പറ്റുമല്ലോ, എനിക്ക് നിങ്ങളെ കാണാൻ പറ്റുമല്ലോ. എനിക്ക് തോന്നുന്നു, എനിക്ക് അത് ക്ലിയർ അല്ല, ഞാൻ വയസ്സ് ഡേറ്റ് എങ്ങാണ്ട് അടുത്ത് അങ്ങനെ എന്തോ ആയിരുന്നു. എനിക്കാണെങ്കിൽ എൻ്റെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ എനിക്ക് ഒരുപാട് അത്രയും ഓർമ്മയില്ല, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കാണുമ്പോഴാണ് ഓർക്കുന്നത്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ അയാളായിട്ട്, അതായത് എൻ്റെ ഹസ്ബൻഡായിട്ട് പിണങ്ങിയ സമയത്ത് ഞാൻ എന്തോ ഒരു സ്റ്റോറി ഇട്ടു. അപ്പം പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് എന്തോ ഹസ്ബൻഡായിട്ട് എന്താ പ്രശ്നം അങ്ങനെ വെച്ചാൽ അപ്പം ഞാൻ കാര്യങ്ങൾ ഓപ്പണായിട്ട് പറഞ്ഞു, ഇങ്ങനെ കൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ എന്ന് പറഞ്ഞാൽ എല്ലാം കേട്ടിരുന്നിട്ട് പറഞ്ഞു, സെക്സിൽ എങ്ങനെയായിരുന്നു താല്പര്യം. ഞാനിപ്പോൾ ഒരു ഫോട്ടോ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഒരു കൊച്ച്. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ ഞാൻ കണ്ടു, ഞാനിവിടെ വേറെ പല പണികളും ചെയ്താണ് കാശുണ്ടാക്കണേ, മാൾട്ടയിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ കാശുണ്ടാക്കിയാലാണ് ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ. ഞാനിവിടെ കെയറായിട്ട് വർക്ക് ചെയ്യുന്നത്, എനിക്ക് ആവശ്യത്തിനുള്ള പൈസയൊക്കെ കിട്ടുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്തോട്ട് പൈസയുടെ ആവശ്യങ്ങൾ എനിക്കൊന്നുമില്ല. അതായത് എനിക്ക് ഒരുപാട് വീട് പണിയണമെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് വലിയ പ്രാരാബ്ദങ്ങളുള്ള ആളൊന്നുമല്ല. പിന്നെ എനിക്ക് എക്സ്ട്രാ ഏൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് യൂട്യൂബിൽ വീഡിയോ ഇട്ടാൽ കിട്ടൂടോ. എനിക്ക് ഒരു മാസം അത്യാവശ്യം നല്ലൊരു വീഡിയോ ഇട്ടാൽ കിട്ടും, എനിക്ക് 1,00,000 മുകളിൽ. പിന്നെ ഞാൻ എന്തിനാ അവിടെ കിടന്നിട്ട് വേറെ അനാവശ്യ പരിപാടിക്ക് പോകേണ്ട ആവശ്യം, എന്നെ മാനക്കേടുണ്ടാക്കുന്ന രീതിക്ക് പോകേണ്ട ആവശ്യം എന്താണുള്ളത്? അതൊന്ന് പറഞ്ഞേ, എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ അങ്ങനെയായിരിക്കാം, പക്ഷേ എല്ലാവരും അങ്ങനെയാണെന്ന് ചിന്തിക്കരുത്. എനിക്ക് മാന്യമായിട്ട് പണിയെടുത്ത് ജീവിക്കാൻ അറിയാം, അത് അന്നാണെങ്കിലും ഇന്നാണെങ്കിലും. എന്ന് വെച്ചാൽ ഞാൻ ഡിവോഴ്സാണ്, ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുന്നേ എന്ന് വിചാരിച്ച് എന്നെക്കുറിച്ച് അനാവശ്യം പറഞ്ഞുണ്ടാക്കാൻ വരണ്ട. എന്നെക്കുറിച്ച് അനാവശ്യം ഉണ്ടാക്കാൻ വരുന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേക റീസൺ വേണ്ട. ഞാൻ ഈ പൈസയൊക്കെ എവിടെയാണ് കൂട്ടി വെക്കണേ? എൻ്റെ അക്കൗണ്ടിൽ ഒരു ട്രാൻസാക്ഷൻ കാണിച്ചു കാട്ടെ. എൻ്റെ അക്കൗണ്ടിൽ അനാവശ്യമായിട്ടുള്ള ഒരു എടോ പറഞ്ഞു ഫലിപ്പിക്കാൻ വരുമ്പോണ്ടല്ലോ, ബിഫോർ ഡിവോഴ്സിന് എന്താണോ മുന്നേ ഉള്ളത് എന്നുള്ളത് ഫലിപ്പിക്കാൻ തട്ടെ. പിന്നെ ആഫ്റ്റർ ഡിവോഴ്സ് നീ എന്തൊക്കെ അനാവശ്യം പറഞ്ഞാലും അതെല്ലാം വെറുതെ ഇരുന്ന് കേട്ടോണ്ടിരിക്കുമെന്ന് നീ വിചാരിക്കണ്ട. ഇതിനൊക്കെ നമുക്ക് മറുപടി ഉണ്ട്. തിരിച്ച് നിന്നെ നീ എന്തുവാ ഇതിന് മാത്രം ഇത് കൂടുതൽ നിനക്ക് എന്താ പറയാനുള്ളത്? നീ എന്നെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് വിചാരിച്ച് ഞാനങ്ങ് ഇല്ലാണ്ടായി പോകുമെന്ന് വിചാരിച്ചു എന്ന് വെച്ചാൽ നീ പറയണ എല്ലാ സ്റ്റേറ്റ്മെന്റും ഞാൻ അംഗീകരിക്കുമെന്ന് വിചാരിച്ചു. ഞാൻ എന്തുകൊണ്ടാണ് ഒരു കമന്റ് ചെയ്യാൻ കണ്ടിരുന്നു, എന്തുകൊണ്ടാണ് കുഞ്ഞാറ്റ ഈ മെസ്സേജ് അയച്ചവരുടെ പേര് ബ്ലർ ചെയ്യുന്നതെന്ന്. കാരണം അവർക്കൊരു പ്രൈവസി ലൈഫ് ഉണ്ട്. അവർ എന്നോട് മെസ്സേജ് അയച്ച് കാണിക്കാൻ വേണ്ടിയിട്ട്, അതായത് മെസ്സേജ് അയച്ചത് എന്താണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കാണിച്ച മനസ്സിന് ഒരുപാട് നന്ദി. അപ്പോൾ അത് അവരുടെ പ്രൈവസിനെ മാനിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യാത്തത്. പക്ഷേ ഞാനിത് അഡ്വക്കേറ്റ്സിനൊക്കെ നമ്മൾ അയച്ചു കൊടുക്കുമ്പോൾ ഇത് മൊത്തത്തിലാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇവൻ എന്തോ ആണെന്നുണ്ടെങ്കിലും ഫലിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ കുറച്ചൊക്കെ മാന്യതയോടെ ഫലിപ്പിക്കാൻ ശ്രമിക്കും. ഞാൻ എൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സമയത്ത് ഫോളോ ഇങ്ങനെ കണ്ടുകൊണ്ട് പോസ്റ്റ് അടിച്ചിരിക്കും. അപ്പൊ ഞാൻ നോക്കിയപ്പോ കണ്ട അതുകൊണ്ട് മെസ്സേജ് ഞാനോർത്ത് കൈ കൊണ്ട് അറിയാതെ കണ്ട് ഫോളോ ആയതെന്നത് കാരണം ഞാൻ 2 മിനിറ്റ് നോക്കി. നിങ്ങളൊക്കെ എന്നോട് ഇങ്ങനെ പറയണേ? ഞാൻ ഇയാളെ ഞാൻ നോക്കിയപ്പോ ഇയാളെ അക്കൗണ്ട് നോക്കിയപ്പോ കൊള്ളാം, നല്ല കാണാൻ കൊള്ളാമെന്ന് വെച്ച് അതുകൊണ്ട് ഫോളോ ചെയ്താ. എങ്ങനെയുണ്ട്? ഓക്കെ അല്ലേ? ഇയാളെ കാണാൻ കൊള്ളാമെന്ന് വേണ്ടി ഞാൻ ഫോളോ ചെയ്താ. നീ പ്രശ്നം തോന്നില്ലേ? ഇയാളിപ്പോ ജർമ്മനിയില ആകുമ്പോ പൊളിക്കാ. എന്റെ വേണ്ടുമ്പോൾ ഇന്ന് മാൾട്ട കയറി പോകുന്നുണ്ട്. പിന്നെ എന്നാ ഇയാള് കല്യാണം കഴിച്ച മാരീഡാണോ? ജർമ്മനിയിൽ എങ്ങനെയുണ്ട്? ജർമ്മനി ഞങ്ങളുടെ ഡ്രീം സ്ഥലമാണ്. വന്നം അവിടെ എടി അവൻ അവൾക്ക് ജർമ്മൻ ലാംഗ്വേജ് ബീറ്റും ഉണ്ട്. അവൻ പാസ്സായി, ബീറ്റും എടുത്തതാ. ഇനി ഞാൻ പാസ്സായാൽ മതി. പക്ഷെ എനിക്ക് എന്തായാലും ജർമ്മൻ ഭയങ്കര ഇഷ്ടം. ജർമ്മൻ നൈസാന്ന് പറഞ്ഞ് എന്റെ പൊന്നു നമ്മുടെ ഭയങ്കര ഇഷ്ടം. ജർമ്മൻ നൈസാന്ന് പറഞ്ഞ് എന്റെ പൊന്നു നമ്മുടെ ഒരു അനിമ്പുള്ളി ഉണ്ട്, അവനവിടെ സെറ്റാ. ഞാനിപ്പോ ചോദിക്കാൻ പറ്റുമായിരുന്നു, ഉറങ്ങില്ല. ജർമ്മനാണല്ലോ അല്ലേ? എന്താ പരിപാടി? എവിടെയാ? റൂമിലാണോ അതോ എവിടെയാ? നല്ല ഭംഗിയുണ്ട് ഇയാളെ കാണാൻ വേണ്ടിയിട്ട്. ഒരു കുട്ടിത്വമുള്ള ഒരു മുഖം, എന്നാൽ നല്ല പ്രായമുണ്ടെന്ന് അറിയാം. ചുമ്മാ പറഞ്ഞതാ. നിന്നെ കാണാൻ നല്ല രസമുണ്ട്. ഓക്കെ, സത്യമായിട്ട് നല്ല രസമുണ്ട്. അതുകൊണ്ടല്ലേ ഞാൻ ഫോളോ ചെയ്തേ. എന്റെ അക്കൗണ്ടിൽ കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളേർ മാത്രം മതി എന്നല്ല, എല്ലാവർക്കും സൗന്ദര്യമുണ്ട്. പക്ഷെ ഇയാളെ കാണാൻ നല്ല രസമുണ്ട്. നല്ല എനിക്കിഷ്ടപ്പെട്ടു.
നമുക്കൊരു ഓപ്പോസിറ്റ് ഒരു എന്താ പറയാ ഒരു ജെൻഡറിനോട് നമുക്ക് എന്താ പറയാ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ഇൻഫാക്ച്വേഷൻ ഉണ്ടാവില്ലേ, ഒരു ക്രഷ്. അത് നമുക്ക് തോന്നിക്കുമ്പോഴാണല്ലോ നമ്മൾ അയാളോട് മിണ്ടാനൊരു താല്പര്യം ഉണ്ടാവുക. പിന്നെ എന്നാ പറയാ ഉള്ളൊരു ഓപ്പണായിട്ട് പറയും. അതുകൊണ്ട് ഞാൻ പറഞ്ഞാണ് എവിടെന്ന് ഞാനിപ്പോൾ എനിക്ക് പറഞ്ഞ കിടക്കുന്നു. ഞാൻ എൻ്റെ പിൻമുള്ളതൊക്കെ പോയിട്ട് 2 പെഗ്ഗൊക്കെ അടിച്ച് ഒറ്റയ്ക്ക് ഇങ്ങനെ മൂഡായിട്ടിരിക്കുമായിരുന്നു. അപ്പോഴാണ് ഞാൻ പോസ്റ്റായി പോയല്ലോ എന്ന് ഓർക്കണേ. അപ്പോൾ ഞാൻ ഓർത്തന്ന് ആർക്കെങ്കിലും ചുമ്മാ ജസ്റ്റ് ഓൺലൈനുള്ള ആൾക്ക് മെസ്സേജ് അയക്കാൻ ഓർത്ത് അങ്ങനെ അയച്ചാൽ അപ്പോൾ ദേ അയാൾ മെസ്സേജ് അയച്ചു. ഛേ എന്ത് ചെയ്യാ ഞഞ്ഞോ. പിന്നെ എന്തായി അവിടെ എന്തായി കാര്യങ്ങൾ? ടൈമിങ് നോക്കണേന്നോ? പിന്നല്ല, എനിക്ക് ഇഷ്ടമുള്ള സ്ഥലമാണ് ജർമ്മൻ പൊളിയാന്ന് പറഞ്ഞു. ജർമ്മൻ ഗേൾസും എൻ്റെ ബ്രദർ കസിൻ ചേർക്കുന്ന ഒരു പയ്യനുണ്ട്. അവൻ എൻ്റെ പെണ്ണടി പോയി നാട്ടിൽ വെച്ചൊരു ഒരു പെണ്ണുങ്ങളുടെ അടുത്ത് മില്ലാത്തവനായിരുന്നു. ഇപ്പൊ അവന്റെ വീഡിയോയിലും ഷോർട്സിലും മൊത്തം അവിടുത്തെ പെൺപിള്ളേരാ, മലയാളികളൊന്നുമില്ല. അത് സിമ്പിളായിട്ട് നമുക്ക് പറ്റൂലോടാ, അത് സെറ്റാക്കാൻ നമുക്ക് പറ്റൂലോ. എനിക്കെന്തായാലും ജർമ്മൻ കയറി തന്നെ ആഗ്രഹമുണ്ട്. ഞാൻ അവള് എന്തായാലും സെറ്റാക്കി വിടും. അല്ലെങ്കിൽ ഞാൻ എന്തായാലും പഠിക്കുന്ന സമയത്ത് ഞാൻ മെസ്സേജ് ഇങ്ങനെ ചേച്ചിയുടെ അക്കൗണ്ടിലേക്കാണ് ഞാൻ ആക്ച്വലി മെസ്സേജ് അയച്ചത്. കാരണം ഞാൻ പണ്ട് മുതൽ ചേച്ചിയുടെ വലിയ ഫാനാണ്. കാരണം ചേച്ചിയുടെ എല്ലാ യൂട്യൂബ് വീഡിയോസ് എല്ലാം ഞാൻ മുടങ്ങാതെ ഓരോ വീഡിയോസും ഞാൻ കാണുന്ന ആളാണ്. അപ്പം അങ്ങനെ നിൽക്കുമ്പം ഞാൻ ഒരു ദിവസം മെസ്സേജ് അയച്ചു. അതിപ്പം എൻ്റെ റൂംമേറ്റ് ആണെങ്കിലും ചേച്ചിനെ വെച്ചാൽ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞങ്ങൾ എപ്പോഴും ചേച്ചിനെ കുറിച്ച് ഇങ്ങനെ ഡിസ്കസ് ചെയ്യായിരുന്നു അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്. അപ്പം അങ്ങനെയുള്ള ഒരു ദിവസം ഞങ്ങൾ പറഞ്ഞു നമുക്ക് മെസ്സേജ് അയച്ചു നോക്കാം, ചേച്ചി റിപ്ലൈ തരുവാണെങ്കിലോ എന്ന് കരുതിയിട്ട് ഞങ്ങൾ മെസ്സേജ് അയച്ചു. പക്ഷെ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ആ അക്കൗണ്ട് യൂസ് ചെയ്യുന്നത് ചേട്ടനാണെന്ന് നമുക്ക് അറിയില്ലായിരുന്നു. ആദ്യം മെസ്സേജ് അയച്ചപ്പോൾ നല്ല രീതിക്കുള്ള റിപ്ലൈസ് ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. അപ്പം ഞങ്ങൾ കൂടുതലും മിക്കുവിനെ കുറിച്ചും അങ്ങനെയാണ് ചോദിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഞങ്ങൾക്കൊരു വോയിസ് വന്നു. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ചേട്ടനാ മെസ്സേജ് അയക്കുന്നതെന്നുള്ളത്. അപ്പം ഞങ്ങൾ ചോദിക്കുമായിരുന്നു കുഞ്ഞാറ്റ ചേച്ചി ഉണ്ടോ, ചേച്ചിനെ കാണാൻ പറ്റുമോ, ഞങ്ങളും കൊച്ചിയിലാണ്. അപ്പോൾ ചേച്ചിയുടെ കുറേ വീഡിയോസിൽ ചേച്ചി കൊച്ചിയിലാണെന്നുള്ളത് അറിയാം. പക്ഷെ ഞങ്ങൾ നിന്നതും ഈ കലൂര് ഭാഗത്തൊക്കെയാണ്. അപ്പം ഞങ്ങൾക്ക് കാണാൻ പറ്റുമോ, ലുലുവിലൊക്കെ വന്നാൽ ഞങ്ങൾ ചോദിച്ചു എന്താ ചേച്ചി കുഞ്ഞാറ്റ ചേച്ചി എവിടെ മിക്കോ എവിടെയെന്ന് ചോദിച്ചപ്പം അവരെന്ത് തിരക്കിലാണ്, ചേച്ചി ക്ലാസ്സിലാണ്, ആ സമയത്ത് എന്തോ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ വരാൻ പറ്റിയില്ല, എന്നെ കണ്ടില്ല, നമുക്ക് റൈഡ് പോകാന്നുള്ള രീതിക്കൊക്കെ വിളിച്ച്. അപ്പം നമുക്ക് ആ സമയത്ത് ചേട്ടൻ്റെ സ്വഭാവവും കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പം ഞങ്ങൾ 2 പേരുണ്ടല്ലോ, അപ്പം നമ്മൾ പോയി ചായയൊക്കെ കുടിച്ച് അതിന് ശേഷമാണ് അവക്കാണെങ്കിലും എനിക്കാണെങ്കിലും ഭയങ്കരമായിട്ടുള്ള രീതിയിൽ, അത് നൈറ്റ് 2 o'clock മെസ്സേജ് അയക്കുക, വിളിക്കുക, പിന്നെ വേറെ രീതിക്കുള്ള ഭയങ്കര വൃത്തിയായിട്ട രീതിക്കുള്ള സംസാരങ്ങൾ. നമ്മളിപ്പോൾ നോർമലി ചില കാര്യങ്ങൾ ഇപ്പോൾ യൂട്യൂബ് എങ്ങനെ പോകുന്നു, നിങ്ങളിങ്ങനെ പുറത്തിറങ്ങുമ്പോൾ കുറേ സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ കുറേ ഫോട്ടോസൊക്കെ എടുക്കാൻ വരില്ലേ, അത് നല്ലതല്ല, അങ്ങനെ ചോദിക്കുന്ന സമയത്ത് അങ്ങനത്തെ ഒരു ടോപ്പിക്കേ അല്ല ചേട്ടൻ സംസാരിക്കാം. ചേട്ടൻ എല്ലാം വേറൊരു കണ്ണുകൊണ്ട് എല്ലാവരും കാണുന്നത്. അങ്ങനത്തെ രീതി സംസാരിക്കും. നമ്മൾ എത്ര അവോയ്ഡ് ചെയ്യാൻ നോക്കിയാലും ആൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. എനിക്ക് ചേച്ചിയോട് പറ അത്ര ഉറപ്പാ ഇങ്ങനെ ചോദിക്കുന്നത്, ഏത് പൊസിഷനാ അല്ലെങ്കിൽ ഇഷ്ടം, അല്ലെങ്കിൽ എങ്ങനത്തെയാ ഇഷ്ടം, അങ്ങനെയുള്ള. അതായത് എനിക്ക് തോന്നുന്നു ആ ചേട്ടനെക്കാളും എനിക്ക് 20 വയസ്സേ അപ്പോൾ ഉണ്ടായിട്ടുള്ളൂ. എനിക്ക് ഒരു 2-3 വർഷം മുമ്പ് അത്ര എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. ആ സമയത്ത് ഒരു അനിയത്തിയെടുത്ത് സംസാരിക്കുന്ന രീതിക്ക് എല്ലാ ആളും സംസാരിച്ചത് അത്രയും വൃത്തിയായിട്ട് രീതിയിൽ സംസാരിക്കുക, മെസ്സേജ് അയക്കുക. അതിനുശേഷം ഞങ്ങൾക്ക് മനസ്സിലായി ആൾ ശരിയല്ല, ആൾ ഭയങ്കര ഇതാന്നുള്ളത്. അതിനുശേഷം പിന്നെ ഞങ്ങൾക്ക് കുറേ മെസ്സേജ് എങ്ങനെയാ വെച്ചാൽ നിങ്ങൾക്ക് ബൊട്ടീക്ക് ഉണ്ട്, അപ്പോൾ ഞങ്ങൾ ഡ്രസ്സ് കൊണ്ടുതരാം,